പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്യാതിരിക്കുന്നു. എന്നാൽ ഇന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം സിനഡ് തുടങ്ങാൻ പോവുകയാണല്ലോ. നമ്മുടെ പിതാക്കന്മാരെല്ലാം കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് നല്ല കുപ്പായമൊക്കെ ഇട്ട് അങ്ങനെ സിനഡ് കൂടാനായിട്ടുള്ള ആവേശത്തിൽ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ സിനഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ഇവരിലാരില്ലെങ്കിലും ഒരാളില്ലെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുമെന്ന്. ഉണ്ടായില്ല. കാരണം ആരെങ്കിലും ഒരാളുടെയെങ്കിലും മനസ്സിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെങ്കിൽ കൃത്യമായിട്ടും ഈ കുർബാനയെ അവഹേളിക്കുന്ന ഈ അവസ്ഥയ്ക്ക് എതിരായി സംസാരിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. 3:30 കുർബാന, അങ്ങനൊരു കാര്യം വേണ്ട, അത് ശരിയാകുകയില്ല, അത് നന്മയല്ല, ദൈവഹിതമല്ലെന്ന് പറയുമായിരുന്നു. കാരണം പരിശുദ്ധാത്മാവുണ്ടല്ലേ വെളിവുണ്ടാകത്തുള്ളൂ. അങ്ങനെ വെളിവില്ലായിരുന്നു. അങ്ങനെയാണ് അത് അവസാനിച്ചത്. ഇനി പുതിയത് കൂടാൻ പോവുകയാണ്. കൂടാൻ പോകുമ്പോൾ ഇവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു, ഈ സിനഡ് തുടങ്ങുന്ന ഇന്നു മുതലേ അങ്ങനെ തന്നെ. കാരണം നമുക്കറിയാം, ഒരു സമ്മേളനം നടക്കാൻ പോകുന്നതിന് മുമ്പ് ആ ഹോളോ ഒക്കെ നന്നായിട്ടെല്ലാം ഒന്ന് വൃത്തിയാക്കി പുതിയ സെറ്റോ മൈക്കോ അതുപോലുള്ള സെറ്റപ്പുകളെല്ലാം ഉണ്ടാക്കി വെക്കും. എന്തിനാണ്? അവിടെ വന്നിരുന്ന ഒരു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ. ഇതുപോലെ നമ്മളൊന്ന് തേച്ച് കഴുകണം. ഇവരെ തേച്ച് കഴുകാനും കുളിപ്പിക്കാനും നമ്മൾ ഭൗതികമായിട്ടല്ല പോണം, ആത്മീയമായിട്ടാണ് പോകണം. ചെയ്യേണ്ട പരിപാടി എല്ലാ ദിവസവും, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാ ദിവസവും ഒരു കരുണക്കൊന്ത ചെല്ലുക. ഈ കരുണക്കൊന്ത ചെല്ലുന്നത്, കരുണക്കൊന്തയുടെ ആദ്യത്തെ രഹസ്യം ചൊല്ലി കാഴ്ചവെക്കുന്നത്, ഇവർ മീറ്റിംഗ് കൂടുന്ന, ഇവർ സിനഡ് കൂടുന്ന ആ സ്ഥലത്തിൻ്റെ, ആ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ആദ്യത്തെ രഹസ്യം നമ്മൾ ചെല്ലുന്നു. ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റി 10 പ്രാവശ്യം അങ്ങനെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലത്ത് വാതിക്കൽ നിന്നുകൊണ്ട് ചെല്ലുന്നു. രണ്ടാമത്തേത് കിഴക്കേ മൂലയ്ക്കും പിന്നെ തെക്കേ മൂലയ്ക്കും വടക്കേ മൂലയ്ക്കും പടിഞ്ഞാറേ മൂലയ്ക്കുമായിട്ട് 4 മൂലയ്ക്കുമായിട്ട് നിന്ന് നമുക്ക് ഈ ജപമാല മനസ്സിൽ ഭാവന കണ്ട് നമുക്ക് ചെല്ലാം. കാരണം ജെറിക്കോ കോട്ട തകർക്കാനായിട്ട് ചുറ്റും നടക്കേണ്ടി വന്നു. ഇപ്പം നമുക്ക് അവിടെ ചെന്ന് നടക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മനസ്സുകൊണ്ട് നടന്ന് നമുക്ക് ആ കെട്ടിടത്തെ, നിങ്ങൾക്കറിയാവുന്നവർ ആ കെട്ടിടം മനസ്സിൽ കണ്ടുകൊണ്ട്, അറിയാൻ മേലാത്തവർ ഈ ഹാളിനെ കൂട്ടിക്കൊണ്ട്, ഈ പിതാക്കന്മാരെല്ലാം കൂടെ കൂടിയിരിക്കുന്ന ഹാളിൻ്റെ ചുറ്റും നമ്മൾ ഈ ജപമാല ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുക. കാരണം ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ്, ഇവരുടെ സിനഡ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന തുടങ്ങിയാൽ അവിടെ ഒന്ന് തേച്ച് തൂത്തുവാരി വൃത്തിയാക്കുന്ന ഒരു ലെവലിലെത്തും. അതിനുശേഷം അവരുടെ സിനഡ് നടക്കുമ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അടുത്ത സിനഡ് ഇന്ന് ഞാൻ തുടങ്ങും. ഇന്ന് തുടങ്ങിയാൽ ഇനി സിനഡ് തീരുന്ന ദിവസം വരെയും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഈ 5 സ്ഥലം, ഒന്ന് ഫ്രണ്ടിൽ തുടങ്ങുന്നു, പിന്നെ 4 മൂലയ്ക്കും നിന്ന് കരുണക്കൊന്ത ചെല്ലുന്നു. അങ്ങനെ ചൊല്ലി കാഴ്ചവെക്കാൻ പോവുകയാണ്. കാരണം ഇസ്രായേൽ ജനം ജെറിക്കോ തകർക്കാൻ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചതുപോലെ, വട്ടം കറങ്ങി അവർ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് ദൈവവിശ്വാസികൾ മനസ്സ് തുറന്ന്, ദൈവമേ ഇവരുടെ മേൽ കരുണയായിരിക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇവരെ നയിക്കണമേ, നല്ല തീരുമാനങ്ങൾ വന്ന് സഭയിൽ സമാധാനമുണ്ടാകുവാൻ, അഴുക്കെല്ലാം പുറത്തു പോകാൻ. നമുക്കറിയാം, തൂത്തുവാരുമ്പോൾ ആദ്യം അഴുക്കിനെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് മനുഷ്യരോട് സമ്മേളനം കൂടും. നമ്മുടെ പിതാക്കന്മാരല്ലേ, എന്തെല്ലാം വഴക്കുണ്ടാക്കിയാലും അവർ നമ്മുടെ പിതാക്കന്മാരല്ലേ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, കുർബാന പ്രശ്നം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും ആശുപത്രി കിടന്ന 1-2 ദിവസം മാത്രമേ എനിക്ക് കുർബാന മുടങ്ങിയിട്ടുള്ളൂ. അല്ലാത്ത ഒറ്റ ദിവസവും, ചില ദിവസങ്ങളിൽ 2 കുർബാന കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനൊരു ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. പരിശുദ്ധ ബലിപീഠത്തെ ചേർത്ത് പിടിച്ചുകൊള്ളുക. അവിടെ നമ്മുടെ കർത്താവുണ്ട്. കർത്താവ് ഇവരെ മാനസാന്തരപ്പെടുത്തും, എല്ലാ കാര്യങ്ങളും നന്നാക്കി തരും. ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. നല്ല പ്രഭാതം കാണുവാൻ, നല്ല പ്രത്യാശയോടെ ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വഴിയെ നടത്തിക്കുവാൻ, ഒന്നിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പിതാക്കന്മാരെ സമൃദ്ധമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ ശുശ്രൂഷകളൊക്കെ നയിക്കുവാനുള്ള എല്ലാ കൃപയും അവർക്ക് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ഷെയർ ചെയ്ത് സഹായിക്കണം, എല്ലാവരിലേക്കും എത്തട്ടെ. ഇനി ഈ സിനഡ് കഴിയുന്നിടം വരെ നല്ല തീരുമാനങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.